വിവാഹം കഴിക്കേണ്ടത്. നമ്മൾ തമ്മിലാണ് യോജിപ്പുള്ളത്. അടുത്തായിട്ട് രുക്മിണി പറയുന്നു, എൻ്റെ കല്യാണം അങ്ങയുമായിട്ട് തന്നെ നടക്കും. ഒരു ഉറപ്പിച്ചൊരു വാക്കാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ചോദിച്ചാൽ, ഞാൻ ഒരിക്കലും മുതിർന്നവരെ നിന്ദിച്ചിട്ടില്ല, ധർമ്മം തെറ്റി നടന്നിട്ടില്ല, ദേവന്മാരെ പൂജിക്കാതിരുന്നിട്ടില്ല, അതിഥികളെ പൂജിക്കാതിരുന്നിട്ടില്ല, പിതൃകർമ്മങ്ങൾ കൃത്യമായിട്ട്. അപ്പോൾ ധാർമ്മികമായി മാത്രം ജീവിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മോഹമാണ് ഈ വിവാഹം. അത് നടക്കാതിരിക്കില്ല. അങ്ങ് എന്നെ തേടി വരും, ഞാൻ അങ്ങേ കല്യാണം കഴിക്കും, നമ്മൾ ഒന്നിച്ച് ജീവിക്കും. ഇവിടെ അങ്ങ് പറയാൻ ഉറപ്പിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ചോദിച്ചാൽ, ആ ധാർമ്മികമായ ജീവിതം സാക്ഷീകരിക്കൊണ്ടാണ് രുക്മിണി അത് പറയാം. ശരി, ഇനി അടുത്തതായിട്ട് പറയാൻ പോവാണ്, എപ്പോഴാണ് കല്യാണം? ശോഭാവിനി, നാളെയാണ് കല്യാണം. ഒരുപാട് ആലോചിക്കാൻ സമയമൊന്നുമില്ല, നാളെയാണ് കല്യാണം. ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ കണ്ട് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വേഗം വന്നിട്ട് മാം രാക്ഷസേന വിധിന ഉദ്വഹ വീര്യശുൽക്കാം ഒക്കെ മനസ്സിലാക്കി തന്നെ വേണം. 2 മിനിറ്റ് വിശദീകരിക്കട്ടെ, ക്ഷമിക്കൂ. അതായത് എന്നെ രാക്ഷസീയമായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോകണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് രുക്മിണി. അപ്പൊ എന്താ രാക്ഷസീയമായ കല്യാണം എന്ന് പറഞ്ഞാൽ അതറിയണ്ടേ? ശരി, നോക്കാം. പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കും. അതായത് ഒരു പെൺകുട്ടിക്ക് വരനോട് താല്പര്യം ഉണ്ടായിരിക്കാം, അഥവാ പെൺകുട്ടിക്ക് മാത്രം വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്ന പുരുഷനോട് താല്പര്യം ഉണ്ടായിരിക്കാം. പെൺകുട്ടിയുടെ ബന്ധുക്കളും മുഴുവൻ ഈ പുരുഷനെ കണ്ടാൽ എതിർക്കാൻ വേണ്ടി നിൽക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ കൊട്ടാരത്തിലേക്ക്, വീട്ടിലേക്ക് ചോദിച്ചെന്ന് അവരെ മുഴുവൻ വെല്ലുവിളിച്ച് ആവശ്യമെങ്കിൽ അവരോട് യുദ്ധം ചെയ്ത് പെൺകുട്ടിയെ നേരിടുന്ന വിവാഹ സമ്പ്രദായമാണ് രാക്ഷസീയം. അങ്ങനെയാണ് അങ്ങ് എന്നെ കല്യാണം കഴിക്കേണ്ടതെന്ന് രുക്മിണി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആലോചിച്ചു, നമ്മൾ ഇപ്പോൾ പോലും ചിലർ പറയാറുണ്ട്, കൃഷ്ണൻ 16 കല്യാണം കഴിച്ച് കളഞ്ഞു, കുറ്റപ്പെടുത്താറുണ്ട്. എന്തിനാണ് നമ്മൾ കുറ്റപ്പെടുത്താൻ പോകുന്നത്? ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭഗവാൻ ചാടി ഇറങ്ങി പുറത്തോട്ട് പോയി കല്യാണം കഴിച്ചപ്പോൾ അതിനെന്താ തെറ്റ്? നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത്? അഥവാ പറയുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കും. ഇനി ഭഗവാൻ 8 കല്യാണമാണ് കൃത്യമായിട്ട് കഴിച്ചത്. അഷ്ടമഹിഷി പരിണയം എന്ന് പറയും. ഈ കല്യാണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നാളെ രാവിലെ നമ്മൾ വായിക്കുന്ന 8 കല്യാണങ്ങൾ. ആ 8 കല്യാണത്തിന്റെയും പുറകിൽ കൃത്യമായ കാരണങ്ങൾ. ഒന്നുപോലും കേവലം കാമം കൊണ്ട് ഭഗവാൻ കഴിച്ചിട്ടില്ല. ഓരോന്നും ചിലത് സംഭാവനയുടെ കിട്ടിയതാണ്, ചിലത് ചില പ്രശ്നങ്ങളുണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയതാണ്, ചിലത് രാഷ്ട്രീയ ലക്ഷ്യമാണ് ഭഗവാന്റെ. നാളെ രാവിലെ ഒരു 8 മണിക്ക് ആ സമയത്ത് വെക്കാം. വെറുതെ ഒന്നും പറയില്ല, കൃത്യമായിട്ട് അവർ എല്ലാ കാര്യവും പറയും. അപ്പൊ നാളെ രാവിലെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. നാളെ രാവിലെ ഭദ്ര എന്ന് ഭഗവാന്റെ ഒരു ഭാര്യയുണ്ട്. ഈ ഭദ്ര എന്നുള്ള പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേര് ശുഭകീർത്തി എന്നാണ്. ഈ ശുഭകീർത്തി ഒരു ദിവസം രാവിലെ മോളോട് പുറത്തോളം പറഞ്ഞു, മോൾ പുറത്തോട്ട് 2 പേരെയും വിളിച്ചിട്ട് അവിടെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കഥയൊന്നുമില്ല. ഇത്രയുള്ള കാര്യം. എന്താ കാര്യം? എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നോക്കൂ. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കൃഷ്ണൻ. ആ കൃഷ്ണനാണ് എൻ്റെ മകളുടെ ഭർത്താവ് എന്ന് കേൾക്കാൻ, അത് പറയാൻ ഏതൊരാളും നമ്മുടെ സാഹചര്യത്തിൽ കുതിച്ചു. അതാണ് കാര്യം. നോക്കൂ, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കൃഷ്ണൻ. ആ കൃഷ്ണനാണ് എൻ്റെ മകളുടെ ഭർത്താവ് എന്ന് പറയാൻ എപ്പോഴും കുതിച്ചു. ഇങ്ങനെയുള്ള ഓരോ കഥ, ഓരോ കല്യാണത്തിന്റെയും പുറകിലുണ്ട്. നാളെ മുതൽ അത് രാവിലെ കൃത്യമായിട്ട് വരും, കേൾക്കും. അപ്പോൾ മനസ്സിലാവും. ഇവിടെ രുക്മിണി അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തിലെ സകലരെയും വെല്ലുവിളിച്ച് വേണമെങ്കിൽ അവരോട് യുദ്ധം ചെയ്ത് അങ്ങനെ കല്യാണം കഴിക്കണമേ എന്ന് അങ്ങോട്ട് പറയുകയാണ്. ഇനി അടുത്തതായിട്ട് അങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കല്യാണ സദസ്സിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ല മനോഹരമായിട്ട് വേഷം കെട്ടി നടക്കുന്നുണ്ടാവും. എല്ലാവരുടെ കഴുത്തിലും ധാരാളം മാലയുണ്ടാവും, എല്ലാവരും മുല്ലപ്പൂ ചൂടി ഉണ്ടാവും, എല്ലാവരും നല്ല സുന്ദരിമാരായിരിക്കും. ഈ സുന്ദരിമാരുടെ കൂട്ടത്തിൽ നിന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അതിനുവേണ്ടി ഞാനൊരു സൂത്രം പറയട്ടെ. കല്യാണത്തിന്റെ സദസ്സിലേക്കല്ല അന്ന് വരേണ്ടത്, മറിച്ച് കല്യാണത്തിന്റെ മുമ്പായിട്ട് ഒരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുണ്ടാവും. ഇപ്പോഴും ഇല്ലേ വീഡിയോഗ്രാഫറും കുറെ ആൾക്കാരൊക്കെ ആയിട്ട് അമ്പലത്തെ പോയിട്ട് വരിക, അതേപോലൊരു യാത്ര അന്നും ഉണ്ടായിരിക്കും. ആ യാത്രയിൽ പ്രായം കൊണ്ട് മുതിർന്നവർ മാത്രമേ എൻ്റെ കൂടെ കാണൂ, സുമംഗലികളായ സ്ത്രീകൾ മാത്രമേ കാണൂ. അവർക്കിടയിൽ നിന്ന് അങ്ങേക്ക് പ്രായം കൊണ്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? അമ്പലത്തിൽ നിന്ന് വേണം തട്ടിക്കൊണ്ടു പോകാൻ. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതാണ് രുക്മിണി. ഭഗവാൻ ഇതൊക്കെ കേട്ടെങ്കിൽ ഇരിക്കുക. ഇനി അവസാനമായിട്ടൊരു കാര്യം പറയാൻ പോകും രുക്മിണി. അതായത് ഭഗവാൻ വരണം എന്ന് ശഠിക്കാൻ പറ്റുമോ? നിർബന്ധിച്ച് പറയാൻ പറ്റുമോ? എപ്പോഴെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ?